കാന്തല്ലൂരിൽ വനം വകുപ്പിന്റെ വാഹനം തടഞ്ഞ് നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം. തുടർച്ചയായി കാട്ടാനകൾ കൃഷി നശിപ്പിക്കുകയും യാതൊരുവിധ നടപടികളും വനം വകുപ്പ് എടുക്കാത്തത് മൂലം കാന്തല്ലൂർ പ്രദേശവാസികൾ വനം വകുപ്പിന്റെ വാഹനം തടഞ്ഞ് ശക്തമായ പ്രതിഷേധം അറിയിച്ചു. പുത്തൂർ ഗ്രാമത്തിലുള്ള നിവാസികളാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ കൃഷിയേ ഉള്ളൂ. കാലാവസ്ഥയുടെ പ്രശ്നവും അതുപോലെ പല കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിൽ എന്തെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ എല്ലാ കൃഷിയും 3 കൃഷി വിളവെടുത്തുകൊണ്ടിരുന്നതാണ്. ഈ കാട്ടുമൃഗം, മെലാവ്, പന്നി, ഈ ശല്യം കാരണം കൊണ്ട് ഈ കാബേജ്, ക്യാരറ്റ് എല്ലാം ഒഴിവാക്കിയാണ്. അത് കഴിക്കാത്ത ഒരു കൃഷിയാണ് വെളുത്തുള്ളി കൃഷി ഞങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നത്. അതും എല്ലാവരും ഞങ്ങൾ ചെറുകിട കൃഷി എന്ന് വെച്ചാലും ഞങ്ങൾ പലിശയ്ക്ക് മേടിച്ച് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ഈ കാട്ടാന ഇന്ന് മാത്രമല്ല, ഈ 1 മാസം 2 മാസമായിട്ട് ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് ഞങ്ങൾ പുറത്തേക്ക് പറഞ്ഞിട്ടും എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടും അതിന് ഒരു മറുപടി കിട്ടുന്നില്ല. ഞങ്ങൾക്കൊരു മറുപടി കിട്ടിയാൽ ഇതിനെ യാണി ഓടിച്ച് ഞങ്ങൾ പിള്ളേരെ പഠിപ്പിക്കണം. ഞങ്ങൾക്ക് ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ 150-200 കുടുംബക്കാരുണ്ട്. ബാക്കി ഗവൺമെൻറ് ജോലിക്കാരോ ഒരു ജോലിക്കാരില്ല. കൂലിപ്പണി എടുത്ത് കഞ്ഞി കുടിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഈ ആന ഇവിടെ നിന്ന് ഓടിക്കണം. ഞങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് അതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് വിളവെടുക്കുന്ന സമീപമാണ്. കുറഞ്ഞത് 1 കോടി രൂപയുടെ നഷ്ടം ഇന്ന് സംഭവിച്ചു. ഈ 1 മാസമായിട്ട് ഞങ്ങൾ ജീവിക്കാനുള്ള മാർഗമില്ല. ഗവൺമെൻറ്റും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും കൂടി ഞങ്ങൾക്ക് നല്ല ഒരു യാണ ഓടിച്ച് നല്ല ഒരു മാർഗം എത്തിത്തരണമെന്ന് അപേക്ഷിക്കുന്നു. ഈ പ്രദേശത്ത് ഒരു 2-3 മാസമായിട്ട് കുറേ കാട്ടാണെങ്കിൽ ഒരു 3-4 ടീമായിട്ട് തിരിഞ്ഞിട്ടാണ് ആക്രമണം. അത് കൃഷികൾ മൊത്തം ഇന്നിവിടെയാണെങ്കിൽ നാളെ അവിടെ അങ്ങനെ കുറേ നേരം എല്ലാ കൃഷിയും വന്യമൃഗങ്ങൾ കൊണ്ട് ഇവിടെ കൃഷി ചെയ്യാതെ അവസ്ഥയാണ്. വാഴ, മറ്റുള്ള എല്ലാ കൃഷിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ മ്ലാവും പന്നിക്ക് പേടിച്ചിട്ടാണ് ഈ വെളുത്തുള്ളിയിൽ ആൾക്കാരെല്ലാം ഇറങ്ങിയത്. അത് വെളുത്തുള്ളി ചവിട്ടിക്കളയുകയും നമ്മൾ ഇതിനെക്കുറിച്ച് ഫോറസ്റ്റുകാരെ അറിയിക്കുകയാണെങ്കിൽ ഇവർ ഇതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യാറേ ഇല്ല. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ആനമുടിച്ചോലയിൽ പോയി നോക്കിയാൽ അവർ ശമ്പളം മേടിച്ച് നല്ല കഞ്ഞിയും ചിക്കനും അടിച്ചിട്ട് ചീട്ട് കളിയാണ്. ചിക്കൻ അടിച്ച് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ചെന്ന് നോക്കിയാൽ നമുക്കറിയാം. എൻ്റെ വീട്ടിലാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച വീട്ടിൻ്റെ വാതിക്ക് വന്നിട്ട് തുമ്പിക്ക് ഉള്ളിൽ ആ വണ്ടിയുടെ ഷെഡിൻ്റെ അകത്ത് വെച്ചുകൊണ്ടിരിക്കുക 3 ആന. ഇതുപോലെ എന്നും ഇങ്ങനെയാണ്. ഇപ്പം ആൾക്കാരാണെങ്കിൽ വൈകുന്നേരം വരെ പണിതിട്ട് വീട്ടിൽ ചെന്ന് കഞ്ഞി കുടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. രാത്രി ഉറക്കമില്ല. 1 മണി 2 മണി 3 മണി വരെ ഉറക്കമില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഈ ഉണ്ടാക്കുന്ന കാശ് മൊത്തം ഇതിന് കൃഷി ചെയ്തിട്ട് ബാക്കി കിട്ടുന്ന പൈസ മൊത്തം പടക്കം മേടിക്കാനേ ഉള്ളൂ. ഇപ്പോൾ വൈകുന്നേരം നോക്കിയിട്ട് എന്നും ഇവിടെ ദീപാവലിയാണ്. എപ്പോൾ നോക്കിയാലും പടക്കം പൊട്ടില്ല. എവിടെയാണ് ആന ഉണ്ടെന്ന് പോലും അറിയത്തില്ല. ഇവിടെ ആൾക്കാരുടെ ജീവനും സ്വത്തിനും ഒരു വിലയില്ല. സ്കൂളിൽ കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ആന ഇവിടെ നിൽക്കുന്നത് കൊണ്ട് സ്കൂളിലെ പിള്ളേരെ വരെ വിട്ടില്ല. ഈ തലശ്ശൂർക്കട ഭാഗത്ത് പിള്ളേർ സ്കൂളിൽ പോയില്ല. ഹെഡ് മാസ്റ്ററും പറഞ്ഞ് സ്കൂളിൽ വരണ്ട. ആന പകലും മൊത്തം റോട്ടില്ല. പകലുമുണ്ട്, രാത്രിയുണ്ട്. ഇത് എങ്ങനെ ആൾക്കാർ നടക്കും? ജീവിക്കണ്ടേ? ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല. ഇതിന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. നമ്മൾ പോയി കണ്ടു. നമ്മൾ സ്റ്റാഫെല്ലാവരും കൂടി പോയി കണ്ടായിരുന്നു. ബുദ്ധിമുട്ടാണ് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ എന്തായാലും ഇതിനൊരു സ്ഥിരമായിട്ടുള്ള ഒരു പരിഹാരം എന്നുള്ളത് നമ്മുടെ ഒരു ഫെൻസിങ് ആണ്. ഫെൻസിങ് മിക്കവാറും ഈ മാസത്തേക്ക് നമുക്ക് ഉണ്ടാവും. ഫെൻസിങ് ഇടാനായിട്ടുള്ള നമുക്ക് ഒരു 20 കിലോമീറ്റർ ഫെൻസിങ് ഉണ്ട്. ഫെൻസിങ് ഇട്ടാലായിട്ട് സ്ഥിരമായിട്ടുള്ള മൊത്തത്തിൽ ആനയെ നമുക്ക് താഴേന്ന് മുതൽ വരുന്നതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഉടനെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ തീരുമാനമായിട്ടുണ്ട്. അത് കേരള പോലീസ് സൊസൈറ്റിയാണ്, അവരാണ് അത് ചെയ്യുന്നത്. അത് മിക്കവാറും ഉടനെ തന്നെ ഉണ്ടാവും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ മിനിഞ്ഞാന്ന് നമ്മൾ ഒരു ജനജാഗ്രത സമിതി പഞ്ചായത്തിൽ വെച്ച് കൂടിയായിരുന്നു. ഇതിൽ എവിടെ നിന്ന് ആരാ വന്നതെന്ന് എനിക്കറിയില്ല. മെമ്പർമാരെല്ലാവരും ഉണ്ടായിരുന്നു. പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലാണ്. ഈ പല ഭാഗങ്ങളിലായിട്ട് ആന നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഓടിച്ച് നമുക്ക് ഇവിടെ നിന്ന് കളയാമെന്ന് മാത്രമേ അതിൻ്റെ ഒരു പരിഹാര മാർഗ്ഗമുള്ളൂ. അപ്പോൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇപ്പം ഇന്ന് നിങ്ങളുടെ മെമ്പറെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെമ്പർ ഇന്ന് വെച്ച് നമ്മൾ സ്റ്റാഫുകൾ വേണം. അതുകൊണ്ട് പല ഭാഗങ്ങളിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ഇന്ന് നൈറ്റ് സ്റ്റാഫ് ഉണ്ടാവും. ഞാൻ പറഞ്ഞത് ഈ ഒരു ഭാഗത്ത് മാത്രമല്ല ആന നിൽക്കുന്നത്, പല ഭാഗത്തുണ്ട്. അപ്പൊ എല്ലാം വരും നമുക്ക് ഇച്ചിരി സമയം നിങ്ങൾ തരണം. അത് മിനിഞ്ഞാന്ന് നമ്മൾ ഒരു മീറ്റിംഗ് കൂടിയായിരുന്നു. നമുക്ക് ഈ ഭാഗത്തുനിന്ന് മൊത്തം ഈ കാന്തല്ലൂർ ഭാഗത്ത് പല ഭാഗങ്ങളുണ്ട്. പെരുമല മാത്രമല്ല, മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പല ഭാഗങ്ങളുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ആനയെ ഓടിക്കണം. അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള ആനയെ ഓടിച്ചാലും അടുത്ത് നിൽക്കുന്നത് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ എല്ലാത്തിനെയും നമ്മൾ ഓടിച്ചു കളയണം. നമുക്ക് ഫെൻസിങ് ആകുന്നതിന് മുമ്പ് എല്ലാത്തിനെയും വിടാമെന്നാണ് തീരുമാനിച്ചത്. പക്ഷേ ആന എല്ലാം പല ഭാഗത്തും ഉള്ളതുകൊണ്ട് നമുക്ക് ഏറ്റവും അടുത്ത ദിവസം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ആ ഒരു ദിവസം നമുക്ക് എല്ലാ സ്റ്റാഫുകളും വേണം. നമ്മളിപ്പോൾ 4-5 പേരുണ്ടായിട്ട് കാര്യമില്ല. എല്ലാ ഗ്രാമ കമ്മിറ്റികളും എല്ലാ സഹകരണം നമ്മളൊരു കാട്ടുപോത്തിനെ ഓടിക്കാനുള്ള ഒരു പരിപാടി നമ്മൾ നടത്തി തരുന്നുണ്ട്. നമുക്കുണ്ടല്ലോ. അതേപോലെ തന്നെ എല്ലാവരും സഹകരിച്ച് ചെയ്താൽ മാത്രമേ ആന ഇവിടുന്ന് പോവുള്ളൂ. ആനയുണ്ട്, കാട്ടുപോത്തുണ്ട്. അപ്പൊ അത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ചെയ്യാം. അത് അപ്പൊ ചെയ്യാം. അപ്പൊ ഇന്നുള്ള മാർക്കും ഇന്ന് നമ്മുടെ സ്റ്റാഫ് ഉണ്ടാവും. നമ്മുടെ സ്റ്റാഫ് അതുണ്ടാവും. അത് മാക്സിമം ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള എല്ലാ സ്റ്റാഫുകളെയും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടാവും. ഞാൻ ഈ പഞ്ചായത്തിലെ ജനകീയ സമിതിയുടെ സെക്രട്ടറി ആയിരുന്നു. ജനകീയ സമിതിയുടെ ഈ ആനയുടെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു പഞ്ചായത്ത് തലത്തിലുള്ള സെക്രട്ടറിയാണ് ഞാൻ. ഞാൻ തന്നെ 3-4 കമ്മിറ്റിക്ക് വന്നിട്ടുണ്ട്. അന്ന് തൊട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം ഈ ഫെൻസിങ് 2 വർഷമായിട്ട് ഞാൻ ആ കമ്മിറ്റിക്ക് പറഞ്ഞു ഫെൻസിങ് പറയുന്നത്. അത് പറഞ്ഞിട്ടാണ് ഇവിടെ ഒഴിഞ്ഞു പോകുന്നത്. ഇന്ന് 21 ഇന്നലെ ഓർഡർ വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? 26-ലാണ് നമുക്ക് ഓർഡർ വന്നിരിക്കുന്നത്. ഫെൻസിങ് ആണ് അതിന്റെ സ്ഥിരമായ സാധാരണ ഇടുന്ന പോലെ ഫെൻസിങ് അല്ല, തൂക്കുവേലിയുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇന്നലെ മീറ്റിംഗിൽ നിങ്ങളോട് പറഞ്ഞല്ലോ. ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മെത്തേഡ്. ഇതാണ് അതിന്റെ സക്സസ് ആയിട്ടുള്ള സംഭവം. കൃഷിനാശം തുടർക്കഥയാവുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നിട്ടിറങ്ങുമെന്നും പ്രദേശവാസികൾ മറയൂർ വിഷനോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മറയൂർ വിഷൻ.